ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിവിടെ നോക്കാൻ പോകുന്ന വീഡിയോ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് ദൈവത്തിൻ്റെ തീരുമാനം എന്താണ് എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാമല്ലോ. അതിനായി ദൈവം എന്ത് തീരുമാനമാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെ ഇന്ന് നോക്കാൻ പോകുന്ന വീഡിയോ. അപ്പോൾ ആദ്യമായി നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോവല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. അപ്പോൾ നിങ്ങളെനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ആദ്യമായി നന്ദി പറയുന്നു. നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ വീഡിയോ ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. അതുപോലെ തന്നെ പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ദൈവത്തിൻ്റെ തീരുമാനം എന്താണ് എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. മൂവ്മെൻറ്റ്, ചോയ്സസ്, ഡിസിഷൻസ്. Conflict and defeat. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്ന തേർഡ് ഐ ചക്രയുടെ ആക്ടിവേഷനാണ്. ടാരോ കാർഡ്സ് കൂടി എടുക്കാവേ. Knight of Cups, Judgment, Five of Swords, Knight of Pentacles, Two of Swords, Page of Cups, Three of Swords, Star. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്നുണ്ട്. എല്ലാവർക്കും സാമ്പത്തികപരമായ കാര്യങ്ങളിലേക്കാണ് താല്പര്യം കൂടുതൽ എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. സാമ്പത്തികം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമാണ് സാമ്പത്തികമായ ഒരു സ്റ്റെബിലിറ്റി വേണമെന്നുള്ളത്, അല്ലേ? അപ്പോൾ ഇതാണ് നിങ്ങളിൽ കൂടുതൽ പേരും ആഗ്രഹിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പുതിയ ബിഗിനിങ്സ് പലർക്കും വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അതുപോലെ തന്നെ തേർഡ് ഐ ചക്രയുടെ ആക്ടിവേഷനാണ് പലർക്കും ഇവിടെ വന്നിരിക്കുന്നത്. തേർഡ് ഐ ചക്രയുടെ ആക്ടിവേഷൻ, അതുപോലെ ഡിസ്റപ്ഷൻ, പലർക്കും പല വിധത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും മുന്നോട്ട് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥയിലാണെന്ന് കാണുന്നുണ്ട്. മുന്നോട്ട് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥയെന്ന് പറയുമ്പോൾ ഇവിടെ കണ്ടില്ലേ, കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റാണ് വന്നിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങളിൽ പ്രശ്നങ്ങളാണ്, തടസ്സങ്ങൾ. അതുപോലെ തന്നെ ഒത്തിരി പ്രശ്നങ്ങളിൽ നിങ്ങൾ അകപ്പെട്ടിട്ട് ഒരുപാട് വിഷമം അനുഭവിക്കുന്ന അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഹാർട്ട് ബ്രേക്കായിട്ട്, അതുപോലെ തന്നെ ഹൃദയപരമായ ഇമോഷൻസ് ഒരുപാട് അനുഭവിക്കുന്നവർ, ഹൃദയം മുറിപ്പെട്ട വേദന അനുഭവിക്കുന്ന ഒരുപാട് പേരുടെ എനർജി ഇവിടെ കാണാനുണ്ട്. തീരുമാനമെടുക്കാൻ പറ്റാത്ത അവസ്ഥ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എന്താണ്, ചീറ്റിംഗ് എനർജി നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. ഇനി നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവ്മെൻറ്റ്, ചോയ്സസ്, ഡിസിഷൻസ്, അല്ലേ? നിങ്ങൾ പലരും ആഗ്രഹിക്കുന്നത് എന്താണ്? തീരുമാനമെടുക്കണം, മുന്നോട്ട് പോകണം, ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിന്ന് കാര്യങ്ങൾ സക്സസ്സിലേക്ക് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് നിങ്ങളിവിടെ ആഗ്രഹിക്കുന്നത്. ഒരുപാട് തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കാൻ നോക്കിയിരിക്കുകയാണ്. ആ തീരുമാനത്തിന്
നിങ്ങൾക്ക് തരുന്നത് എന്താണ്? ന്യൂ ബിഗിനിങ്സ് ആണ്. പുതിയ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു. പുതിയൊരു ലൈഫാണ് നിങ്ങൾക്ക് ദൈവം വെച്ച് നീട്ടിയിരിക്കുന്നത്. ആ ഒരു പുതിയ ലൈഫിലേക്ക് പോകണമെങ്കിൽ നിങ്ങളിവിടെ എന്താണ്? ത്യാഗം സഹിക്കേണ്ടതായിട്ടുണ്ട്. ത്യാഗമനോഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങളിലുള്ള ഒബ്സഷൻസ്, അഡിക്ഷൻസ്, അതുപോലെ തന്നെ ഇല്യൂഷൻസ്, ഇതെല്ലാം എങ്ങനെ വേണമെന്നാണ്? കളയണം. നിങ്ങൾ ഏത് കാര്യത്തിലാണോ ഇപ്പോൾ അടിമപ്പെട്ടിരിക്കുന്നത്, ഏതെങ്കിലും ഒരു സ്വഭാവത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ അടിമപ്പെട്ടിരിക്കുന്നു, എന്താണ് അത് ഇല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ചില ചിന്തകൾ ഉണ്ടാവാം നിങ്ങളിലേക്ക്, അല്ലേ? ചിലർ മയക്കുമരുന്നിന് അടിമപ്പെടുന്നുണ്ട്, ചിലർ മദ്യം ആയി, അല്ലെങ്കിൽ സ്മോക്കിങ്, ഇതിലൊക്കെ അടിമപ്പെട്ടിരിക്കുന്നവരുണ്ട്. മിഥ്യാധാരണകളുണ്ട്. പലർക്കും ഇല്ലാത്ത ചില ചിന്തകൾ വെച്ച് പുലർത്തിക്കൊണ്ട് അതിലൂടെ മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ട്. കൂടെയുള്ള റിലേഷൻഷിപ്പിലായാലും എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഇല്ലാത്ത പ്രശ്നങ്ങൾക്ക് ഒരുപാട് മുന്നോട്ട് ഒത്തിരി മറ്റ് ചില ചിന്തകളിലേക്ക് വഴിവെക്കുന്നത്. കാര്യങ്ങളില്ല, മിസ്അണ്ടർസ്റ്റാൻഡിങ്, തെറ്റിദ്ധാരണ. അങ്ങനെ തെറ്റിദ്ധാരണയുടെ പുറത്ത് റിലേഷൻഷിപ്പിൽ വരുന്ന പ്രശ്നങ്ങൾ, ഇതിനൊക്കെ നിങ്ങൾ അടിമപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ കണ്ടില്ലേ, കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചുറ്റിനും പ്രശ്നങ്ങളാണ്, തല നിവർത്തി നിൽക്കാൻ പോലും വയ്യാത്ത ഒരവസ്ഥ. അതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക, നിങ്ങളുടെ സോളിന് സന്തോഷം ഉണ്ടാക്കുന്നത് എന്താണോ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി ഒന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ അടിമപ്പെട്ടിരിക്കുന്നു, അതിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് വരാവുന്നതാണ്. മുന്നോട്ട് നിങ്ങൾ നീങ്ങണം എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഒബ്സഷൻസ്, അഡിക്ഷൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ അടിമപ്പെട്ടിരിക്കുന്നു, അതിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് കിടക്കണം. എനിക്കതില്ലാതെ പറ്റില്ല എന്നുള്ള ചിന്ത, ഒത്തിരി അടിമപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ, അല്ലേ? അപ്പോൾ ചിലരാണെങ്കിൽ അമിതമായി ചായ കുടിക്കുക, അമിതമായി കോഫി കുടിക്കുക, അല്ലെ അമിതമായി മദ്യം കഴിക്കുക, അമിതമായി സ്മോക്കിങ്, ഇതൊന്നുമില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് കരുതിയിരിക്കുന്ന ചില ആൾക്കാരുടെ എനർജി ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ പുറത്ത് കടക്കണം. പുറത്ത് കടക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനായിട്ട് നിങ്ങളൊരു ത്യാഗം സഹിക്കണം. അതാണ് ഇവിടെ അത്യാവശ്യം എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ ത്യാഗമനോഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില്ലാതെ നിങ്ങൾക്ക് ജീവിതത്തിലൊരു വിജയം വരുന്നില്ല എന്ന് തന്നെയാണ് ഇവിടെ ഡിവൈൻ മെസ്സേജ് വന്നിരിക്കുന്നത്. എന്തെങ്കിലും കാര്യം റിലേഷൻഷിപ്പിലായാൽ പോലും നിങ്ങൾ ഒന്ന് താണു കൊടുക്കുക. നിങ്ങളുടെ പാർട്ട്ണർ പറയുന്നത് നിങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്നത് ഏറ്റവും നല്ല ഒരു ത്യാഗമനോഭാവമാണ്, അല്ലേ? അത് അവർ പറയുന്നത് തെറ്റാണ്, ഞാൻ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വാദിച്ച് അതിലൂടെ ജയിക്കാൻ നോക്കുക വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് രണ്ടുപേരും തമ്മിലുള്ള ഒരു പ്രശ്നത്തിന് കാരണമാകും. അവിടെ എന്താണ്? ഒരു സെപ്പറേഷൻ വരുന്നു. അപ്പോൾ ഇവിടെ അവരുടേതായ അഭിപ്രായങ്ങൾക്ക് ഹി ഓർ ഷീ, മനസ്സിലായില്ലേ? ആരാണോ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയുന്നത് അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത്, മറ്റുള്ള ആൾക്കാരും കൂടി, അടുത്ത ആൾ കൂടി അതിനോട്, അല്ലെങ്കിൽ അടുത്ത പാർട്ട്ണർ കൂടി നിങ്ങളുടെ ലവറാണോ പറയുന്നത് അതിനും കൂടി ഒന്ന് സമ്മതിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല. അതിനായിട്ട് നിങ്ങളൊരു ത്യാഗ മനോഭാവം ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ റിലേഷൻഷിപ്പ് മുന്നോട്ട് സക്സസ് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്ക് ചുറ്റിനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സാമ്പത്തിക പ്രശ്നങ്ങൾ, അതുപോലെ ജോലിക്കാര്യങ്ങളിലെ പ്രശ്നങ്ങൾ, അതുപോലെ വീടിൻ്റെ പ്രശ്നങ്ങൾ, അതുപോലെ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ, ഇതെല്ലാം കൂടെ നിങ്ങളുടെ തലയിൽ ആയിരിക്കുന്നു. അതും കഴിഞ്ഞ് നിങ്ങൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും കൂടി ഏറ്റെടുക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ഇവിടെ വളരെ വലിയ പ്രശ്നത്തിലേക്ക് വീണ്ടും നീങ്ങുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടേതായ പ്രശ്നങ്ങൾക്ക് മാത്രം പരിഹാരം കണ്ടെത്താൻ തൽക്കാലം ശ്രമിക്കുക. മനസ്സിലായില്ല? അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നമാണോ വരുന്നത് അവിടെ നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യാൻ നിങ്ങളുടെ പാർട്ട്ണറുമായി ആലോചിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് ആണെങ്കിൽ അവരുമായിട്ട് ആലോചിച്ച് മുന്നോട്ട് പോവുക. അവിടെ നിങ്ങളൊന്ന് ത്യാഗം സഹിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനെല്ലാം വിടുതൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളെയും തെറ്റിദ്ധാരണയുള്ള പ്രശ്നങ്ങളുണ്ടാവാം. അവിടെ അത് ശരിയായ രീതിയിൽ കൊണ്ടുവന്നിട്ട് അതിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്, എന്തുകൊണ്ട് എനിക്കിത് വന്നു എന്നുള്ള അതിനെ ശരിയായ രീതിയിൽ ഗ്രഹിച്ചിട്ട് മുന്നോട്ട് പോവുക. അതാണ് ഇവിടെ പറയുന്നത്. അതാണ് ഒരു ത്യാഗമനോഭാവം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾക്കിവിടെ
വെളിച്ചം കണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. തീർച്ചയായിട്ടും നല്ല പ്രകാശം നിറഞ്ഞ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ ദൈവികമായ പല കാര്യങ്ങളിലും നിങ്ങൾ മുന്നോട്ട് പോവുക, അതാണ് നിങ്ങളുടെ സോളിൻ്റെ താല്പര്യം. സ്പിരിച്വൽ വർക്ക് ചെയ്യുക, അതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യേണ്ടതായിട്ടുള്ളത് എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് മൂവ്മെൻറ്റ് മുന്നോട്ട് പോകാൻ സാധിക്കും. തിരഞ്ഞെടുക്കാൻ കാര്യങ്ങളുണ്ടാവും, തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം തന്നെ വരാൻ തുടങ്ങും. ഒരു പുതിയ തുടക്കം വരുന്നത് അങ്ങനെയാണ്. ഒരുപാട് കാര്യങ്ങളെ നിങ്ങൾ സഹിച്ചും ക്ഷമിച്ചും മുന്നോട്ട് വരിക, അതാണ് അവിടെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അങ്ങനെയാണ്. മുതിർന്നവരോട്, തങ്ങളിൽ പ്രായം കൂടിയവരോട്, അല്ലെങ്കിൽ വീട്ടിലുള്ള അച്ഛനമ്മമാരോട് ഒക്കെയും നിങ്ങൾക്ക് വിനയത്തോടു കൂടിയുള്ള പെരുമാറ്റം ഏറ്റവും നല്ലതാണ്. അതാണ് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത്. അപ്പോഴാണ് നിങ്ങൾക്ക് മനഃശാന്തി ലഭിക്കുന്നത്, അവരുടെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോഴാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ പുതിയ പുതിയ തുടക്കങ്ങൾ വരുന്നത്. ഇതുവരെയും നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് യാതനകൾ അനുഭവിച്ചിരുന്നോ, ദുരിതം അനുഭവിച്ചിരുന്നോ, അത് എങ്ങനെ വന്നെന്ന് വീണ്ടും ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് അതിനെ സോൾവ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കൂ. നിങ്ങൾ മുന്നോട്ട് വരൂ, അല്ലാതെ ഇരുളടഞ്ഞ മുറിയിൽ തന്നെ ഇരിക്കാതെ മുന്നോട്ട് വരികയാണ് ഇവിടെ വേണ്ടത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മെഡിറ്റേഷനൊക്കെ ചെയ്ത് തേർഡ് ഐ ചക്ര ആക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ നിങ്ങൾക്ക് നല്ല ഒരു സക്സസ് ലഭിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെയാണ് നിങ്ങൾക്ക് ഇവിടെ സാക്രിഫൈസ് ചെയ്യാനുള്ള ആ മനോഭാവം തന്നെ ലഭിക്കും. സാക്രിഫൈസ് ചെയ്യണമെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് അതിനുള്ള മനസ്ഥിതി വേണ്ടേ? ആ ഒരു ചിന്ത നല്ല വഴിയിലേക്ക് നിങ്ങളെ നയിക്കുന്നത് എന്താണ്, ഇത്തരത്തിലുള്ള ചില നല്ല കാര്യങ്ങളിലൂടെ നിങ്ങൾ പ്രവർത്തിച്ച് മുന്നോട്ട് വരുമ്പോഴാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ന്യൂ ബിഗിനിങ് ആണ് ദൈവം തീരുമാനിച്ചു വച്ചിരിക്കുന്നത്. പല കാര്യങ്ങളിലൂടെയും സാക്രിഫൈസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് വരണമെന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് എന്താണ്, സാമ്പത്തികം വേണം, നല്ല ജീവിതം വേണം. ഇവിടെ ജഡ്ജ്മെൻറ്റ് വന്നിരിക്കുന്നു. ഈ ഒരു ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് എന്താണ്, മുൻകാലങ്ങളിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള കർമ്മയുടെ ഫലം അനുഭവിച്ച് തീരാറായിട്ടുണ്ട്. അപ്പോഴാണ് നിങ്ങൾ നിലവിളിക്കുന്നത്, എനിക്ക് നല്ലൊരു ജന്മം തരൂ, ഞാൻ എന്ത് മഹാപാപിയാണ്, ഞാൻ ഈ ചെയ്ത തെറ്റുകൾക്ക് എനിക്ക് മാപ്പ് തരില്ലേ എന്നൊക്കെയുള്ള മുറവിളി നിങ്ങളുടെ ഉള്ളിൽ നിന്നും വരുന്നത്. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തിട്ടാണ് എനിക്കിത് അനുഭവിക്കേണ്ടി വരുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്നത് അപ്പോഴാണ്. ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുമ്പോൾ വരുന്നതാണ് ഇവിടെ. അതുകൊണ്ട് ഇവിടെ ഏഞ്ചൽസിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുണ്ടാവുന്നു, അല്ലെങ്കിൽ ദൈവാനുഗ്രഹം നിങ്ങൾക്കുണ്ടാവുന്നു. അവിടെ നിങ്ങൾക്കൊരു പുതുജന്മം, പുതിയ ലൈഫ്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു. വളരെയധികം സമൃദ്ധിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ജഡ്ജ്മെൻറ്റ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നൈറ്റ് ഓഫ് കപ്സ്, ഇവിടെ ന്യൂ ബിഗിനിങ്സ് ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ സാക്രിഫൈസ്, കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ്. ഇവിടെ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ട് മുന്നോട്ട് വരണമെന്നാണ് ദൈവം പറയുന്നത്. ഡിവൈൻ്റെ ആഗ്രഹം എന്താണ്, ഡിവൈൻ മെസ്സേജ് എന്താണ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരണം മുന്നോട്ട് വരാൻ വേണ്ടി എന്താണ് വേണ്ടത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് പുതിയ ലൈഫ് വരുന്നുണ്ട്, സമൃദ്ധി നിറഞ്ഞ ജീവിതം വരുന്നുണ്ട്. നൈറ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹം ആകർഷിച്ച് വരുന്നുണ്ട്. ഏത് വിധത്തിലുള്ള വ്യക്തിയാണ് ഇവിടെ, നല്ല ദൈവാനുഗ്രഹമുള്ള വ്യക്തിയാണ്, ആർട്ടിസ്റ്റാണ്. കണ്ടില്ലേ, കലാപരമായി ഒരുപാട് കഴിവുകളുള്ളത്. കലാപരമായി ഒരുപാട് കഴിവുകൾ വരുന്നത് എങ്ങനെയുള്ള വ്യക്തികൾക്കാണ്, ദൈവാനുഗ്രഹം നല്ലതുപോലെയുള്ള വ്യക്തികൾക്കാണ് കലാപരമായ ഒരുപാട് കഴിവുകൾ ഉണ്ടാവുന്നത്. ക്രിയേറ്റീവ് പവറാണ് അവിടെ, അല്ലേ? ഈ ക്രിയേറ്റീവ് പവർ വരുന്നത് എന്താണ്, ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ് ക്രിയേറ്റീവ് പവർ ഉണ്ടാവുന്നത്. അതിലൂടെയാണ് മറ്റ് കലാസൃഷ്ടി രൂപം കൊള്ളുന്നത്. ആ കലാസൃഷ്ടികളിൽ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നത് എങ്ങനെയുള്ളവർക്കാണ്, അവരുടെ ഉള്ളിലുള്ള ആ ഡിവൈൻ പവറാണ് അതിന് കാരണമാക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് റൊമാൻസ് ഒക്കെയാണ് വരാൻ പോകുന്നത്. നിങ്ങളിലേക്ക് ആരോ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. അവർ വഴി നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം അനുഭവിക്കാനുമുള്ള സാധ്യതയാണ് ഇവിടെ കൂടുതലായി കാണാൻ കഴിയുന്നത്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും അവിടെ നിങ്ങൾ ആലോചിച്ച് മുന്നോട്ട് പോവുക. ബുദ്ധിപൂർവ്വം ചിന്തിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പല വിധത്തിലുള്ള ചതികളിൽ നിന്നും വഞ്ചനകളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. സാമ്പത്തികപരമായി, മറ്റ് ജോലിക്കാര്യങ്ങളിലായാലും ഏതെങ്കിലും വിധത്തിൽ നിങ്ങളെ തോൽപ്പിക്കാനായി ആൾക്കാർ ഉണ്ടാവും. അങ്ങനെ തോൽപ്പിക്കാനുള്ള ആൾക്കാർ എങ്ങനെയാണ് വരുന്നത്, അവർക്ക് വിജയം ലഭിക്കാൻ വേണ്ടി, അല്ലേ? ആ ഒരു തോൽപ്പിക്കൽ എന്ന് പറയുന്നത് നിങ്ങൾ സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല. നിങ്ങൾ ബുദ്ധിപൂർവ്വം ആലോചിച്ച് കഴിഞ്ഞാൽ
നിങ്ങൾക്കവിടെ വിജയം ലഭിക്കുന്നതാണ്. മറ്റുള്ളവരുടെ തീരുമാനത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കാൻ പാടില്ല. മറ്റുള്ളവരുടെ തീരുമാനം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്നുകൂടി ബുദ്ധിപൂർവ്വം ചിന്തിക്കുകയും വേണം. പെട്ടെന്നൊരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോവാൻ പാടില്ല. അതാണ് ഇവിടെ പറയുന്നത്. പെട്ടെന്നൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകരുതെന്ന് പറയുമ്പോഴാണ് ആലോചിക്കണം എന്നാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത്. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് അങ്ങനെ വരുമ്പോൾ നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച് മുന്നോട്ട് ബുദ്ധിപൂർവ്വം ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ആ ഒരു ജീവിതത്തിൽ നിങ്ങൾക്കിവിടെ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് വിദേശവാസമായാലും പഠിക്കാനായാലും പുതിയ ജോലിയിലേക്ക് പോകാനായാലും ഇവിടെ നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുവഴി നിങ്ങൾക്ക് ജീവിതത്തിലൊരു സക്സസ് ലഭിക്കുന്നു, ജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാന ഭദ്രത ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. തീരുമാനങ്ങൾ എടുക്കാൻ ഇവിടെ ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുക്കണമെന്നാണ് പറഞ്ഞത്. ഇവിടെ തീരുമാനമെടുക്കാൻ കഴിയാതെ ഇരിക്കുന്ന ചില സമയങ്ങളും ഉണ്ടാവാം. അവിടെ എന്താണ് പറയുന്നത്, തീരുമാനമെടുക്കാൻ വയ്യാതെ വരുമ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ട് സൈഡിൽ കൂടെയും രണ്ട് വശങ്ങളിൽ കൂടെയും ഒരുപാട് ഫോഴ്സ് ചെലുത്തുന്ന ആൾക്കാരുണ്ടാവാം, അതേത് തരത്തിലായാലും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് വേണം എന്നറിഞ്ഞുകൂടാത്ത ഒരവസ്ഥ. അപ്പോൾ തന്നെ നിങ്ങൾ തീരുമാനിക്കണം, ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, കുറച്ചൊന്ന് കഴിഞ്ഞോട്ടെ, എൻ്റെ മനസ്സൊന്ന് ശാന്തമാവട്ടെ, ഒന്ന് സമാധാനമായിട്ട് ഞാൻ തീരുമാനമെടുത്തുകൊള്ളാം എന്നാണ് വിചാരിക്കേണ്ടത്. കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണ് മെഡിറ്റേഷൻ ചെയ്യുക. പലതവണയായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ഉള്ളിലേക്ക് വരുന്ന ശ്വാസത്തെ ശ്രദ്ധിക്കുകയും പുറത്തേക്ക് പോകുന്ന ശ്വാസത്തെ ശ്രദ്ധിക്കുകയും ചെയ്ത് പലതവണ 3-4 തവണ ആവർത്തിച്ചൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലൊരു ശാന്തത ലഭിക്കുക. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കും. അങ്ങനെ വേണം മുന്നോട്ട് വരാൻ. ഇവിടെ ഒരുപാട് പേർ ഹാർട്ട് ബ്രേക്ക് ആയിട്ടിരിക്കുന്ന സെപ്പറേഷനൊക്കെ അനുഭവിക്കുന്ന ചില സമയങ്ങളുണ്ട്. അവിടെയും എന്താണ് ആലോചിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ആരോഗ്യമില്ലാത്ത ഒരവസ്ഥയിൽ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയുണ്ടാവാം. അല്ലെങ്കിൽ തേർഡ് പാർട്ടി നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ കടന്നുകൂടിയിട്ടുണ്ടാവാം. അത് തെറ്റിദ്ധാരണയുടെ പുറത്തായാലും നല്ല ധാരണയുടെ പുറത്തായാലും അത് എന്താണെന്ന് മനസ്സിലാക്കുക. തെറ്റ് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണ് ഏറ്റവും അത്യാവശ്യം എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ അതാണ് പറയുന്നത്, മൂവ്മെൻറ്റ് ചോയ്സസ് ഡിസിഷൻസ്. മുന്നോട്ട് പോവുക, തിരഞ്ഞെടുക്കാൻ കാര്യങ്ങളുണ്ട്, അവിടെ തീരുമാനവും എടുക്കുക എന്നാണ് പറയുന്നത്. ഇവിടെ ത്യാഗം സഹിക്കണം എന്ന് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. ഇവിടെ പേജ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. പേജ് ഓഫ് കപ്സ് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ഇവിടെ ഒരുപാട് പ്രതീക്ഷകൾ, ജീവിതത്തിൽ പ്രത്യാശകളില്ലാത്ത ആരുമില്ല. അവിടെ നോക്കിയിരിക്കുകയാണ് എന്താണ് തൻ്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത്, അടുത്തതായി തൻ്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് എന്താണ്, ഏത് വിധത്തിലുള്ള സമൃദ്ധിയാണ്, ഏത് ആഗ്രഹമാണ്, ഏത് ഐശ്വര്യമാണ് വരാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് പല കാര്യങ്ങൾ വന്നെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ അതിനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും, സന്തോഷം അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ജോലിക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് അത് എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും സാധ്യമാകുന്ന എനർജി, അല്ലെങ്കിൽ സ്നേഹത്തിന് വേണ്ടി നോക്കിയിരിക്കുന്നവരാവാം, അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങൾക്കും നിങ്ങൾ നോക്കിയിരിക്കുന്ന എനർജി ഉണ്ടെങ്കിൽ അതിവിടെ സാധ്യമാകുന്നതാണ്. പലർക്കും പുതിയ വീട്, വാഹനം ഒക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാനുള്ള ഒരു ഭാഗ്യം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാനും മറ്റുള്ളവരോട് സ്നേഹം കൂടാനുമുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങളുടെ എനർജി കണക്റ്റ് ആവുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ സ്റ്റാറാണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? നിങ്ങളുടെ പ്രതീക്ഷകൾ ഇവിടെ പൂവണിയുന്നു. ഒരുപാട് ഹെൽത്തിലും വെൽത്തിലും നിങ്ങൾക്ക് ഇമ്പ്രൂവ് ഉണ്ടാകുന്നുണ്ട്, ഒരു മാറ്റം വരികയാണ്. നിങ്ങളുടെ ആരോഗ്യം, ഇതുവരെ ഇല്ലാതിരുന്ന ആരോഗ്യത്തിനൊരു പ്രസന്നത വരികയാണ്, പ്രത്യേകിച്ചൊരു ബ്ലിസ് ഉണ്ടാകുന്നു, ദൈവാനുഗ്രഹം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്, ഒരു താരമായി തിളങ്ങാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. എല്ലാവരും നിങ്ങളെ ആദരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് പഴയതിനേക്കാളും ഉന്മേഷത്തോടു കൂടി നടക്കാൻ സാധിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു ത്യാഗ മനോഭാവം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഈ ത്യാഗം ചെയ്യണം. നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യണം. ഇവിടെ മെഡിറ്റേഷനെ പറ്റിയാണ് ഇവിടെ സ്റ്റാർ പറയുന്നത്. എന്താണ്, 7 ചക്രാസിനെ ആക്റ്റീവാക്കി എടുക്കണം എന്നാണ് പറയുന്നത്. ഇവിടെ 7 സ്റ്റാർസിനെ ഇവിടെ കാണിച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ഇവിടെയാണ്, കണ്ടില്ലേ? ഇവിടെ 7 സ്റ്റാർസിനെ കാണിച്ചിട്ടുണ്ട്, 7 ചക്രാസിനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യേണ്ടതായ അത്യാവശ്യമുണ്ട്. ഈ മെഡിറ്റേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? അതിനും ത്യാഗം സഹിക്കണം, സാക്രിഫൈസ് ചെയ്യണം കുറച്ച്, മനസ്സിലായില്ലേ? അതിന് പ്രത്യേകിച്ചൊരു സമയത്ത് എഴുന്നേൽക്കണം.
അതിനായിട്ടൊരു സമയം കണ്ടെത്തണം, അതിനായിട്ടൊരു റൂം തിരഞ്ഞെടുക്കണം, അതിനായിട്ട് കുറച്ച് ബാക്കി പല കാര്യങ്ങളും അടുക്കും ചിട്ടയോടും കൂടി ചെയ്യേണ്ടതായിട്ടും ഉണ്ട്. അപ്പോൾ മാത്രമാണ് മെഡിറ്റേഷൻ സാധ്യമാകുന്നത്. വെറുതെ പോയി ഒരിടത്ത് ഇരുന്ന് കഴിഞ്ഞാൽ മെഡിറ്റേഷൻ സാധ്യമാവുക? ഈച്ച കടിക്കുന്നു, കൊതുവിൻ്റെ കടി, ഈച്ച മുന്നിൽ കൂടി പറക്കുന്നു, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിന് ഡിസ്റ്റർബൻസ് ആവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്നും മാറുക, അതിനാണ് പറയുന്നത്. അപ്പോൾ അതിലും കുറേ ത്യാഗം സഹിച്ചിട്ട് വേണം. ഇഷ്ടപ്പെട്ട പല കാര്യങ്ങളെയും ഉപേക്ഷിക്കണം. ഉറക്കം എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. വെളുപ്പിന് 3 മണി അല്ലെങ്കിൽ 3:30-4 മണിക്കൊക്കെ എഴുന്നേറ്റ് മെഡിറ്റേഷൻ ചെയ്യണമെങ്കിൽ എന്താണ്, ഇവിടെ ഇഷ്ടപ്പെട്ട പല കാര്യങ്ങളെയും ത്യജിക്കണം. ഒത്തിരി ഇഷ്ടമാണ് വെളുപ്പിനെയുള്ള തണുപ്പ് സമയത്ത് കിടന്ന് ഉറങ്ങാൻ എല്ലാവർക്കും, അല്ലേ? അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു ത്യാഗം ചെയ്യണം, ഇതിനെ ഉപേക്ഷിക്കണം, ആ ഒരു സന്തോഷത്തെ ഉപേക്ഷിക്കണം, ആ ഒരു സുഖത്തെ ഇവിടെ ഉപേക്ഷിക്കണം. ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ അടുത്ത മറ്റൊരു അതിലും വലിയൊരു സുഖം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കൂ. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ 7 ചക്രാസിനെ ആക്റ്റീവാക്കി എടുക്കുമ്പോൾ നിങ്ങളുടെ നട്ടലിലുള്ള, നിങ്ങളുടെ എല്ലാവരുടെയും നട്ടലിൻ്റെ താഴത്തെ അറ്റം മുതൽ ഉച്ചി വരെ വരുന്ന 7 ചക്രാസിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇതിനെ ഉണർത്തിയെടുത്തു കഴിഞ്ഞാൽ തന്നെയും ഒരുമാതിരി ആക്റ്റീവാക്കി എടുത്താൽ തന്നെ നിങ്ങൾക്ക് നല്ല ഹെൽത്തിലേക്കും നല്ല വെൽത്തിലേക്കും പോകാനുള്ള സമയം അടുത്തിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഈ ഒരു അവസ്ഥയാണ് ദൈവം നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ ദൈവത്തിൻ്റെ തീരുമാനം എന്താണ്? നിങ്ങളിവിടെ ത്യാഗം ചെയ്യണം, സാക്രിഫൈസ് ചെയ്യണം, നിങ്ങൾക്ക് ഈ ഒരു പദവിയിലേക്ക് എത്താൻ സാധിക്കും. അതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരുപാട് സുഖങ്ങളെ ഉപേക്ഷിക്കുക, എന്നിട്ട് വേണം അതിലും വലിയൊരു സുഖത്തെ നേടിയെടുക്കാൻ. സ്റ്റാർ എന്നുള്ളൊരു പദവി നേടിയെടുക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്, ഒരുപാട് സന്തോഷങ്ങളെ ത്യജിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ത്യജിക്കുക എന്നുള്ള ആ ഒരു മനോഭാവത്തിലൂടെയാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള നല്ല പദവിയിലേക്ക് നീങ്ങാൻ സാധിക്കുന്നത് എന്ന് തന്നെയാണ് ഇവിടെ ഡിവൈൻ മെസ്സേജ് വന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ ആഗ്രഹം ഇതാണ്, നിങ്ങൾക്കിത് വരണം, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. അടുത്തൊരു റീഡിങ്ങിലേക്ക് കാണുന്നത് വരേക്കും ബൈ.